ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന വിഷയമാണ്. നമ്മൾ മറ്റൊരു പെൺകുട്ടിയുടെ മരണത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. കോതമംഗലത്ത് ITI വിദ്യാർത്ഥിനിയായിരുന്ന സോന ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ പ്രതിസ്ഥാനത്തുള്ള യുവാവിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയുണ്ടായി. റമീസിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സോനയുടെ അമ്മ രംഗത്ത് വരികയും ചെയ്തു. വലിയ ശാരീരിക പീഡനം ഈ പെൺകുട്ടി അനുഭവിച്ചു. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വളരെ വിചിത്രമാണ്. മതം മാറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഉൾപ്പെടെയുള്ള തുറന്നു പറച്ചിലുകളാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവർ കുട്ടിക്കാലം മുതൽ തന്നെ സുഹൃത്തുക്കളായിരുന്നു, പ്രണയത്തിലായിരുന്നു എന്ന് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പറയുന്നു. ആ പെൺകുട്ടി മതം മാറാൻ സന്നദ്ധയായിരുന്നു. ഇവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അവർ മതം മാറുന്നതിന്, പെൺകുട്ടി മതം മാറുന്നതിന് ആ കുടുംബത്തിനും പെൺകുട്ടിയുടെ കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ യുവാവ് ഒരു ഹോട്ടൽ റെയ്ഡ് നടക്കുമ്പോൾ ഇമോറൽ ട്രാഫിക്കിങ്ങിന് അറസ്റ്റിലാകുന്നു. അതേ തുടർന്ന് ഈ പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇനിയില്ല, മതം മാറുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനുശേഷം സുഹൃത്തിന്റെ വീട്ടിൽ പോയ പെൺകുട്ടിയെ അവിടെ നിന്ന് ഈ യുവാവ് പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. അതിനുശേഷം അയാളുടെ വീട്ടിൽ കൊണ്ടുപോവുകയും ബന്ധുക്കളുമൊക്കെയായി മതം മാറണമെന്നത് പറഞ്ഞ് വലിയ രീതിയിൽ പീഡിപ്പിച്ചു എന്നും ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചു എന്നതുമൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ. എന്തായാലും എന്താണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരണം. സോനയുടെ മരണത്തിൽ റമീസിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ അമ്മ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സോനയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ആ കുറിപ്പിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. എല്ലാം മറന്നിറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. എന്നോട് മരിച്ചൊള്ളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പൻ്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന്, അതും ഈ യുവാവും യുവാവിൻ്റെ വീട്ടുകാരുമാണ്, വ്യക്തികൾ ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. താൻ പോകുന്നു, അമ്മയും ചേട്ടനും ക്ഷമിക്കണം, അപ്പൻ്റെ അടുത്തേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് അവസാനിക്കുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം വളരെ വൃത്തിയുള്ള കൈയക്ഷരത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ അമ്മയ്ക്ക് അച്ഛൻ്റെ മരണം കഴിഞ്ഞ് 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനു അകമാണ് ഇങ്ങനെ ഒരു മകളുടെ വിയോഗ വാർത്ത കൂടി ഏൽക്കേണ്ടി വരുന്നത്. അവർ പറയുന്നത് ഈ കുടുംബത്തിലുള്ള മനുഷ്യർക്കെല്ലാം മകളുടെ മരണത്തിൽ പങ്കുണ്ട് എന്നതാണ്. അമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കാം. എന്നെ പറഞ്ഞ് നിർബന്ധിച്ച് എന്റെ മോള് ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പൊന്നാനിക്കൂടെ ഒരു കാർ വിളിച്ച് ചേർത്ത് ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോള് ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വേണം എന്റെ മോള് മരിക്കൂന്ന് ഞാൻ എനിക്കറിയില്ല എന്റെ മോള് മരിക്കൂന്ന്. അവിടെ റൂമിൽ കൊണ്ടുപോയിട്ട് അവന്റെ അമ്മയും വാപ്പയും പെങ്ങളും അവന്റെ കൂട്ടുകാർ കൂടി എല്ലാവരും കൂടി മാനസികമായിട്ട് വളരെ പ്രഷറാക്കി അവളെ. മാത്രമല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അവളുടെ ഇവിടെ പാടുണ്ടായിരുന്നു, ഇവിടെയും പാടുണ്ടായിരുന്നു. അവളെന്നിട്ട് റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എൻ്റെ പേര് പറഞ്ഞ. അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കൂട്ടുകാരിനെ വിളിച്ചു. ഈ കൂട്ടുകാരി പറയുമ്പോൾ ഇതൊക്കെ അറിയണേ. ഞാൻ എൻ്റെ ഞാനേനെ വിളിച്ച് പറയും. അപ്പം അതിനു മുമ്പ് തന്നെ എന്നെ തുറന്നു വിടാൻ പറയാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. ഈ ഒരു സുഹൃത്തുണ്ടായിരുന്നു സോനയ്ക്ക്, ജോൺസി എന്ന പേരുള്ള ഒരു സുഹൃത്ത്. ഈ ജോൺസിയോട് സോന എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നതായിരുന്നു ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞത്. അങ്ങനെ ന്യൂസ് 18 ഈ ജോൺസിയെ ബന്ധപ്പെട്ടു. ആ കൂട്ടുകാരിയും ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയാണ്. രാത്രി 8:30-9 മണിയായപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, എടി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുക, അങ്ങനെ ആൾക്കാന്ന് പറഞ്ഞാൽ അവള് കരഞ്ഞോണ്ട് വിളിക്കും എന്നെ. എന്നിട്ട് വിളിച്ചു. എന്നിട്ടാണെങ്കിൽ ഞങ്ങളില്ല മൂവാറ്റോട് വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കും, തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നിട്ട് അടിച്ചെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവൾ ചേട്ടാ നീ എന്തിനാ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത്, എന്നിട്ടാണെങ്കിൽ അവൻ്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ അടി എന്നെ വീട്ടിൽ അവർ ചായയൊക്കെ തന്ന് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചൊന്നുമില്ല, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ കേട്ട് നിന്ന്. എന്നെ മതം മാറാൻ വേണ്ടി എന്നെ പൊന്നാനി കൊണ്ടേ ആക്കാൻ വേണ്ടി പോവാടി എന്ന് പറഞ്ഞ് അവളെന്നെ വിളിച്ച് കരയുക.
അപ്പോഴത്തേക്ക് പറഞ്ഞു എടി അപ്പം എന്നിട്ടാണെങ്കിൽ അവൾ പറഞ്ഞു എടി ഞാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എന്നെ എങ്ങനെയും വെറുതെ വിടാൻ പറഞ്ഞ് അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കി അവളെ പോകുന്നതെന്ന് പറഞ്ഞത്. കൂട്ടുകാരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അമ്മയ്ക്കും സഹോദരനുമൊക്കെ ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ആർക്കും തന്നെ ആ കുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ധൈര്യം ആ പെൺകുട്ടിക്കില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മോശം ബാക്ക്ഗ്രൗണ്ട്, ഈ യുവാവിനെ കുറിച്ചുള്ള മോശം ബാക്ക്ഗ്രൗണ്ടൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടും കുഴപ്പമില്ല, വിവാഹത്തിന് സമ്മതമാണ്, പക്ഷെ മതം മാറില്ല എന്ന ഒരു തീരുമാനത്തിൽ മാത്രം ഈ പെൺകുട്ടി എത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷവും എന്തുകൊണ്ട് ശാരീരിക പീഡനം ഏൽക്കേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും ദുരൂഹതകളുണ്ട്, അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇത് മതം മാറ്റം എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ എന്നതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു കുറ്റം കൂടി ഈ യുവാവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. വീട്ടുകാർക്കും എതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സത്യം പുറത്തു വരട്ടെ. ഒരു ബന്ധത്തിൽ നിന്ന് തിരിച്ചിറങ്ങി നടക്കാനുള്ള ധൈര്യമില്ലായ്മയാണ് ആ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. വിവാഹം എല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന ബോധത്തിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കാണ് അത്തരം അപകടം വരുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇനിയും എത്രയോ ജീവിതം ബാക്കിയായിരുന്നു. ഒരു ജോലിക്ക് പോയി സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുത്ത് മറ്റൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മറ്റൊരു വിവാഹ ജീവിതമൊക്കെ ആകാമായിരുന്ന പെൺകുട്ടി എന്തിനാണ് ഈ മരണം തെരഞ്ഞെടുത്തത് എന്നത് സംശയമാകുന്നു. അത് കൃത്യമായ ബോധത്തോടെ അതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാനോ ഒരു കൈത്താങ്ങില്ലാതെ പോയതിൻ്റെ തന്നെ ലക്ഷണമാണ്. നമ്മുടെ പെൺകുട്ടികൾ എത്രയെത്ര വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ജീവിതം അവസാനിപ്പിക്കുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ബോധം അതോടുകൂടി തന്നെ പെൺകുട്ടികൾ വളർന്നു വരേണ്ടുന്നതാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആർജവം നേടിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് ലഭ്യമാകേണ്ടത്. അതനുസരിച്ച് നമ്മുടെ പഠന സമ്പ്രദായങ്ങളും ഒക്കെ മാറേണ്ടതാണ്. എന്തായാലും ഒരു ഇര കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇനി കേസന്വേഷണം നടന്നു വേണം ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാൻ. തെറ്റ് ചെയ്യാതെ പീഡനമേൽക്കേണ്ടി വന്ന ഒരാൾക്ക് നിശബ്ദനാകാൻ പറ്റുമോ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് നീതീകരിക്കാൻ കഴിയുന്നതാണോ? ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താൻ ഇനിയൊന്നും തുറന്നു പറയുന്നില്ല, താൻ ജോലിക്ക് കയറുകയാണ്,